നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് ആനമൂളി പട്ടികവർഗ ഗ്രാമത്തിലെ ലൈഫ് വീടുകളുടെ അവസ്ഥ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ട്രൈബൽ ഓഫീസർക്ക് താലൂക്ക് വികസന സമിതിയുടെ നിർദ്ദേശം. വീടിന് അനുവദിച്ച മുഴുവൻ തുകയും കരാറുകാരൻ കൈപ്പറ്റിയിട്ടും നിർമ്മാണം പൂർത്തിയാക്കിയില്ലെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം. വയനാട് ദുരന്തം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം രൂപ നൽകി ഒറ്റപ്പാലം നഗരസഭ. നഗരസഭയിലെത്തിയ ജില്ലാ കളക്ടർക്കാണ് തുക കൈമാറിയത്. വലപ്പുഴ ചൂരക്കോട് മിനി ലോറിയിൽ കൊണ്ടുപോകുകയായിരുന്ന മണ്ണ് മാന്തി യന്ത്രം റോഡിലേക്ക് തെറിച്ച് വീണ അപകടം. അപകടത്തിൽ ബൈക്ക് യാത്രികരായ 2 പേർക്ക് പരിക്കേറ്റു. മുറിയൻകണ്ണി ചെത്തല്ലൂർ റോഡിന്റെ 2ാം റീച്ച് ടെൻഡർ പ്രവൃത്തികൾക്ക് അംഗീകാരം ലഭിച്ചു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് 2ാം റീച്ച് പ്രവൃത്തികൾ. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ മണ്ണാർക്കാട് കാളപ്പൂട്ട് മത്സരം സംഘടിപ്പിച്ചു. സംസ്ഥാന കാളപ്പൂട്ട് കമ്മിറ്റിയാണ് മത്സരം സംഘടിപ്പിച്ചത്. 70 ജോഡി കന്നുകളാണ് മത്സരത്തിനെത്തിയത്. വാർത്തകളിലേക്ക് വിശദമായി. മണ്ണാർക്കാട് ആനമൂളി പട്ടികവർഗ ഗ്രാമത്തിലെ ലൈഫ് വീടുകളുടെ അവസ്ഥ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ട്രൈബൽ ഓഫീസർക്ക് താലൂക്ക് വികസന സമിതി നിർദ്ദേശം നൽകി. വീടിന് അനുവദിച്ച മുഴുവൻ തുകയും കരാറുകാരൻ കൈപ്പറ്റിയിട്ടും നിർമ്മാണം പൂർത്തിയാക്കിയില്ലെന്ന പരാതി അംഗങ്ങൾ സമിതി യോഗത്തിൽ ഉന്നയിച്ചതിനെ തുടർന്നാണ് നിർദ്ദേശം. വീട് നിർമ്മാണം പൂർത്തിയാക്കി വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് നൽകാതെ മുഴുവൻ തുകയും അനുവദിച്ചത് എങ്ങനെയെന്ന് അംഗങ്ങൾ ചോദിച്ചു. ലൈഫ് വീടുകളുടെ നിർവ്വഹണ ഉദ്യോഗസ്ഥൻ VO ആണെന്നും പഞ്ചായത്തുകാർക്കാണ് ചുമതലയെന്നും ട്രൈബൽ ഓഫീസർ അറിയിച്ചു. വീട് അനുവദിക്കപ്പെട്ടവർ കബളിപ്പിക്കപ്പെട്ടിരിക്കുകയാണെന്നും അവർക്ക് നീതി ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം ട്രൈബൽ വകുപ്പിനുണ്ടെന്നും സമിതി അംഗം PR സുരേഷ് പറഞ്ഞു. ഈ ആദിവാസികളുടെ ഇപ്പൊ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. എന്നിട്ട് അതിൽ എന്ത് നടപടി എടുക്കേണ്ടതെന്ന് നോക്കാം. നിങ്ങളുടെ ഫണ്ടിൽ നിന്നും കൊടുക്കും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അവിടെ പണം ഈ കരാറുകാരന് എന്ത് അടിസ്ഥാനത്തിലാണ് കിട്ടിയതെന്ന് നിങ്ങൾ പരിശോധിക്കണം. എന്നിട്ട് ആ പണി പൂർത്തിയാക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. അടുത്ത സഭയ്ക്ക് മുമ്പായിട്ട് അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് കൃത്യമായ റിപ്പോർട്ട് ഇവിടെ തരാനുള്ള ഏർപ്പാട്. അടിയന്തരമായി വീടുകളുടെ അവസ്ഥ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ വികസന സമിതി യോഗത്തിൽ തഹസിൽദാർ K. രേവ നിർദ്ദേശിച്ചു. ഗ്രാമത്തിലെ 6 വീടുകളുടെ നിർമ്മാണമാണ് പൂർത്തിയാക്കാനുള്ളത്. പുതിയ വീട് നിർമ്മിക്കാനായി പഴയ വീട് പൊളിച്ചതോടെ ഷെഡുകളിലാണ് ഇവർ കഴിയുന്നത്. മഴയ്ക്ക് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കി കയറി താമസിക്കാമെന്നാണ് കരുതിയിരുന്നത്. അടുക്കള, ശുചിമുറി, നിലം ഇവയൊന്നും ശരിയാക്കിയിട്ടില്ല. വൈദ്യുതിയുമില്ല. ഷെഡിൽ ഭക്ഷണം പാചകം ചെയ്യാൻ കഴിയില്ല. പുറത്താണ് പാചകം ചെയ്യുന്നത്. മഴയുള്ളപ്പോൾ ഇതും നടക്കില്ല. ആനമൂളിയിലെ ദുരിതം മലബാർ സിറ്റി ന്യൂസ് കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. ഒറ്റപ്പാലം നഗരസഭ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം രൂപ നൽകി. നഗരസഭയിലെത്തിയ ജില്ലാ കളക്ടർക്കാണ് തുക കൈമാറിയത്. വയനാട് ദുരന്തബാധിതരെ സഹായിക്കുന്നതിനായാണ് ഒറ്റപ്പാലം നഗരസഭ 25 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. ഒറ്റപ്പാലം നഗരസഭയിലെത്തിയ ജില്ലാ കളക്ടർക്ക് ചെയർപേഴ്സണും വൈസ് ചെയർമാനും മറ്റ് കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും ചേർന്ന് തുക കൈമാറി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ അടക്കം തങ്ങളാൽ കഴിയുന്ന തുക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നത് മാതൃകാപരമാണെന്നും ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര പറഞ്ഞു. നമ്മുടെ ജില്ലയിലെ വിവിധ തലങ്ങളിലുള്ള ജനങ്ങൾ വളരെ സന്തോഷത്തോടെ അവരെ കൊണ്ട് പറ്റുന്നത് പോലെ ഒരു തുക മാറ്റിവെച്ചുകൊണ്ട് മുമ്പോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നത്. നമുക്കറിയാം, നമ്മുടെ ജില്ല എന്ന് പറയുന്നത് ഇപ്പോൾ എറണാകുളം പോലെയോ മറ്റ് നഗരപ്രദേശങ്ങൾ പോലെയോ ഒരുപാട് ധനികരൊന്നും താമസിക്കുന്ന സ്ഥലമല്ല. പലപ്പോഴും കളക്ടർ എന്നുള്ള നിലയിൽ ഓഫീസിലിരിക്കുമ്പോൾ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള രംഗങ്ങളാണ് കാണാറ്. കാരണം അവർക്ക് തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള പലരും അതിൽ നിന്ന് മിച്ചം പിടിച്ച് അവരുടെ ആഗ്രഹങ്ങൾക്കായിട്ട് മാറ്റിവെച്ച തുകയിലെ ഒരു ഭാഗം യാതൊരു മടിയും കൂടാതെ ചെറുതെങ്കിൽ ചെറുത് എന്നുള്ള നിലയിൽ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏൽപ്പിക്കുന്നത്, അത് കൊണ്ടുവന്ന് തരുന്നത് വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു പല മുഹൂർത്തങ്ങളുമാണ്. ജില്ലാ കളക്ടർ നേരിട്ടെത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവ് പറഞ്ഞു. ഇന്ന് രാവിലെ ആദ്യത്തെ കോള് വന്നത് അവരുടെ പേഴ്സണൽ നമ്പറിൽ നിന്ന് തന്നെ ആയിരുന്നു. എന്നെ നേരിട്ട് വിളിച്ചിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ തിരിച്ചു വിളിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളോട് പറഞ്ഞത്, ഇനി ഞാൻ വെളിയിലേക്ക് വരുന്നുണ്ട്, വരണ വഴി ഇവിടെ വരാമെന്ന്. എന്തായാലും നമ്മുടെ വരണ വഴി നമ്മുടെ നഗരസഭയിൽ വരികയും നമ്മുടെ കൗൺസിലുകളിൽ വെച്ച് നമ്മളെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള തുക ചെക്ക് നമ്മൾ കൈമാറുകയും ഏറ്റുവാങ്ങുന്നതിനും വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള
നമ്മുടെ കൗൺസിലറെ, നമ്മുടെ കളക്ടറെ നമുക്ക് ബഹുമാന പുരസ്കാരം ഈ കൗൺസിലർ. മിനി ലോറിയിൽ കൊണ്ടുപോകുകയായിരുന്ന മണ്ണുമാന്തി യന്ത്രം റോഡിലേക്ക് തെറിച്ചു വീണ അപകടം. റോഡിലേക്ക് വീണ മണ്ണുമാന്തി യന്ത്രത്തിൽ ബൈക്കിടിച്ച് 2 പേർക്ക് പരിക്ക്. പട്ടാമ്പി ചൂരക്കോടായിരുന്നു സംഭവം. ഞായറാഴ്ച രാവിലെ 11 മണിയോടെയാണ് അപകടമുണ്ടായത്. വല്ലപ്പുഴ ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് മിനി ലോറിയിൽ കയറ്റി വരികയായിരുന്ന മണ്ണുമാന്തി യന്ത്രമാണ് ചൂരക്കോട് വെച്ച് റോഡിലേക്ക് തെറിച്ചു വീണത്. ഈ സമയം എതിർദിശയിൽ വന്നിരുന്ന ബൈക്ക് ഇതിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ വല്ലപ്പുഴ സ്വദേശികളായ 2 പേർക്ക് പരിക്കുപറ്റി. ഇവരെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി. അപകടത്തെ തുടർന്ന് പാതയിൽ ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു. മണ്ണുമാന്തി യന്ത്രം റോഡിൽ നിന്നും നീക്കിയാണ് ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചത്. ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി ചെത്തല്ലൂർ റോഡിന്റെ 2ാം റീച്ച് ടെൻഡർ പ്രവൃത്തികൾക്ക് അംഗീകാരം ലഭിച്ചു. കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് റോഡിന്റെ 2ാം റീച്ച് പ്രവൃത്തികൾ നടത്തുന്നത്. ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി ചെത്തല്ലൂർ റോഡ് പ്രവൃത്തിയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് തുക അംഗീകരിച്ച് ലഭിക്കുകയും ആകെ പദ്ധതി തുകയായ 51.2 കോടി രൂപയിൽ നിന്നും തുക 54.74 ലക്ഷം രൂപയായി ഉയർത്തുകയും ചെയ്തു. 2ാം റീച്ചായ മുറിയങ്കണ്ണി മുതൽ പൂവത്താണി വരെയുള്ള ഭാഗം 23.11 ലക്ഷം രൂപയാക്കി ടെൻഡർ നടപടികൾ പൂർത്തിയാവുകയും മലബാർ ടെക് കൺസ്ട്രക്ഷൻ എന്ന കമ്പനിയുമായി എഗ്രിമെന്റ് തയ്യാറാക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനും തീരുമാനിച്ചു. കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തി നിർമ്മിക്കുന്ന റോഡിന്റെ 2ാം റീച്ച് പ്രവൃത്തികൾ എത്രയും വേഗം തന്നെ ആരംഭിക്കും. ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി ചെത്തല്ലൂർ റോഡ് സംസ്ഥാന സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2018 പ്രവർത്തനം ആരംഭിച്ചതാണ്. 2018 ഭരണാനുമതി ലഭിച്ചെങ്കിലും പ്രവൃത്തി തുടങ്ങുന്നതിന് അല്പം നീണ്ടുപോകുന്ന സ്ഥിതിയുണ്ടായി. 2021 2ാം പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് പ്രസ്തുത പ്രവൃത്തിയെ സംബന്ധിച്ച് നടപടികൾ വേഗത്തിലാവുകയും തുടർന്ന് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിക്കുകയും ചെയ്തത്. ശ്രീകൃഷ്ണപുരം മുതൽ മുറിയങ്കണ്ണി വരെ ഒരു റീച്ചായും മുറിയങ്കണ്ണി മുതൽ ചെത്തല്ലൂർ വഴി പൂവത്താണി വരെ 2ാമത്തെ റീച്ചായും ചെയ്യാനാണ് തീരുമാനിച്ചത്. ആദ്യഘട്ടത്തിൽ അനുവദിച്ച സംഖ്യ 2 തവണ റിവൈസ് ചെയ്ത് ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ 16-ാം തീയതി അതിനെ സംബന്ധിച്ചിട്ടുള്ള റിവൈസ് എസ്റ്റിമേറ്റ് അംഗീകരിച്ച ഉത്തരവ് വന്നിരിക്കുകയാണ്. മുറിയങ്കണ്ണി മുതൽ പൂവത്താണി വരെയുള്ള റോഡ് മലബാർ ടെക്കാണ് അത് എഗ്രിമെൻ്റ് വെച്ച് കരാറിലേർപ്പെട്ട് നടപടി എടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്, പ്രവൃത്തി എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ മാസം 22-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട യോഗം വിളിക്കുന്നതിനും ഉദ്ദേശിച്ചിട്ടുണ്ട്. നല്ല നിലയിൽ റോഡിൻ്റെ 2ാം ഘട്ട പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മണ്ണാർക്കാട് കാളപ്പൂട്ടിന്റെ ആവേശം പെയ്തിറങ്ങി ആമ്പാഴക്കോട് നടത്തിയ കാളപ്പൂട്ട് മത്സരം. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാനായി സംസ്ഥാന കാളപ്പൂട്ട് കമ്മിറ്റി സംഘടിപ്പിച്ച മത്സരം നെഞ്ചോട് ചേർത്ത് ആയിരങ്ങളാണ് മത്സരം കാണാനെത്തിയത്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നായി 70 ജോഡി കന്നുകളാണ് മത്സരത്തിനെത്തിയത്. ഉരുക്കളുടെ ആവേശക്കുതിപ്പിൽ സെക്കൻഡുകൾ വ്യത്യാസത്തിലെ ജയപരാജയങ്ങൾ കാണികളിലും സംഘാടകരിലും ആവേശത്തിന്റെ തിരമാലകൾ തീർത്തു. വാശിയേറിയ മത്സരം 3 റൗണ്ടുകളായാണ് നടത്തിയത്. കാളപ്പൂട്ട് കണ്ടത്തിന്റെ 4 ഭാഗവും രാവിലെ മുതൽ മത്സരം തീരും വരെ ആയിരങ്ങൾ കാത്തിരുന്നു. കാലത്തിനൊത്ത് കാളപ്പൂട്ട് മത്സരവും ഹൈടെക്കായി.
ഉരുക്കളുടെ ഓട്ടം ക്യാമറയിൽ പകർത്തി തർക്കങ്ങൾ രമ്യമായി പരിഹരിച്ചു. ഓട്ടത്തിന്റെ സമയം കണക്കാക്കാൻ സ്റ്റോപ്പ് വാച്ചുകളും സജ്ജീകരിച്ചിരുന്നു. ലൈൻ റഫറിമാർ ഉൾപ്പെടെ പ്രൊഫഷണൽ ടച്ചിലാണ് മത്സരം നടത്തിയത്. വയനാട് ദുരിതബാധിതരെ സഹായിക്കാനാണ് മത്സരം സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ അറിയിച്ചു. മത്സരം മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഈ നാടുമായി ബന്ധപ്പെട്ട പരമ്പരാഗതമായ പൈതൃകമായിട്ടുള്ള ഇതുപോലുള്ള കുറേ കാർഷിക വിനോദങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കാളപൂട്ട് മത്സരം. അത് നമ്മുടെ കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നല്ല വർഷക്കാലം കഴിഞ്ഞ് എന്നാൽ പൂർണ്ണമായും വെള്ളമൊക്കെ വറ്റാത്ത കണ്ടങ്ങളിൽ ഇതുപോലെ മനോഹരമായ കാളപൂട്ട് മത്സരങ്ങൾ കാലങ്ങളായി നടത്തി വന്നിരുന്നതാണ്. അതൊരു കാർഷിക ഉത്സവമായിട്ടാണ് കൊയ്ത്തുമായും അതുപോലെ തന്നെ വിത്തിറക്കുന്നതും വിളവെടുക്കുന്നതും ഒക്കെ ബന്ധപ്പെട്ട് ഉള്ള ഒരു പരമ്പരാഗതമായ ഉത്സവമാണ്, വിനോദമാണ് ഈ കാളപൂട്ട് മത്സരം. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ VKGയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ VKG സ്മാരക സാഹിത്യ പുരസ്കാരത്തിനായി കവിതകൾ ക്ഷണിച്ചു. സെപ്റ്റംബർ 15 വരെയാണ് കവിതകൾ അയക്കേണ്ടത്. VKGയുടെ ചരമദിനമായ ഒക്ടോബർ 15-നാണ് പുരസ്കാരം വിതരണം നടത്തുക എന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ VK ഗോവിന്ദൻ നായർ എന്ന VKGയുടെ സ്മരണയ്ക്കായി തൃക്കടിയിൽ KV കാർത്തികേയൻ മാസ്റ്റർ സ്മാരക വായനശാലയും VKGയുടെ കുടുംബാംഗങ്ങളും ചേർന്ന് ഏർപ്പെടുത്തിയതാണ് VKG സ്മാരക സാഹിത്യ പുരസ്കാരം. ഇത്തവണ പാലക്കാട് ജില്ലയിലെ കവിതകൾക്കായാണ് മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത്. പുരസ്കാരത്തിനായി എഴുത്തുകാർ തങ്ങളുടെ കൃതിയുടെ 3 കോപ്പികൾ സെപ്റ്റംബർ 15-നകം സെക്രട്ടറി KV കാർത്തികേയൻ മാസ്റ്റർ സ്മാരക വായനശാല, തൃക്കടിയിരി PO 679502 എന്ന വിലാസത്തിൽ അയക്കണമെന്നും ഒപ്പം അയക്കുന്ന കവറിന് പുറത്ത് VKG സ്മാരക സാഹിത്യ പുരസ്കാരം 2024 എന്ന് എഴുതിയിരിക്കണമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. VKGയുടെ ചരമദിനമായ ഒക്ടോബർ 15-ന് തൃക്കടിയിരി സാംസ്കാരിക നിലയത്തിൽ വെച്ച് പുരസ്കാര വിതരണം നടത്തുമെന്നും 10,000 രൂപയും പ്രശസ്തി ഫലകവും അടങ്ങുന്ന പുരസ്കാരമാണ് ജേതാവിന് സമർപ്പിക്കുക എന്നും വാർത്താസമ്മേളനത്തിൽ വായനശാല സെക്രട്ടറി UM ശശീന്ദ്രൻ, വായനശാല പ്രസിഡന്റ് VK രാംമോഹൻ, വായനശാല പ്രവർത്തക സമിതി അംഗം V മുഹമ്മദ് അഷ്റഫ്, വായനശാല ട്രഷറർ M ഷർഫുദ്ദീൻ എന്നിവർ പറഞ്ഞു. തൃക്കടിയെ സംബന്ധിച്ചോളം കാർത്തികേയൻ മാസ്റ്റർ എന്ന് പറഞ്ഞ അവിടുത്തെ രാഷ്ട്രീയ രംഗത്തും അതുപോലെ സാംസ്കാരിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തിയ പിന്നെ അദ്ദേഹത്തിന് പല വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ചരമദിനമായിട്ടുള്ള ഒക്ടോബർ 15-നാണ് നമ്മൾ 2020 ഒക്ടോബർ 15-നാണ് നമ്മൾ ഈ പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതൊരു വർക്കിംഗ് ഡേ ആണ് എന്നൊരു പരിമിതി ഉണ്ടെങ്കിൽ പോലും കഴിയുമെങ്കിൽ ഞങ്ങൾ അതൊരു ഫുൾ ഡേ പരിപാടി നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഏതെനിക്കായാലും നല്ലൊരു സാഹിത്യ തൃക്കടിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സാഹിത്യ സമയത്ത് വളരാനുള്ള നല്ലൊരു വളർക്കുള്ളൊരു മണ്ണായി മാറ്റാൻ വായനശാലയ്ക്കുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് നമ്മുടെ VKGയുടെ പേരിലുള്ള ഈ ഒരു സാഹിത്യ പുരസ്കാരം അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊന്ന് പറയാനുള്ളത്, VKGയെ സംബന്ധിച്ച് നമുക്കറിയാം, VKG അദ്ദേഹത്തിന്റെ 60 വയസ്സ് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ ആരംഭിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, നമ്മൾ ഇന്നത്തെ കാലത്തൊക്കെ ഇത്രയധികം സാഹിത്യമായിട്ട് ഏറ്റവും ചെറിയ കുട്ടികൾക്ക് പോലും സാഹിത്യ രംഗത്ത് വളരാൻ ഉള്ള കാലത്താണ് അദ്ദേഹം 1903 ജനിച്ച് 77-ലാണ് അദ്ദേഹം അന്തരിച്ചത്. സ്വാഭാവികമായിട്ട് 60-ാമത്തെ വയസ്സൊക്കെ 63 ആ കാലത്തൊക്കെ അദ്ദേഹത്തിന് എഴുത്തുകൾ തോന്നിയിട്ടുള്ളത്. 1965-ൽ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ ഒരു എഴുത്തിന്റെ മേന്മ സാഹിത്യ അക്കാദമി മനസ്സിലാക്കി തന്നെ അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് സമാഹരണാർത്ഥം പായസ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. മുണ്ടക്കോട്ട് കുറിശി പ്രണവം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പായസ ഫെസ്റ്റ് നടത്തിയത്. ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E ചന്ദ്രബാബു എഴുത്തുകാരൻ KV ജയന് കൈമാറിക്കൊണ്ട് ആദ്യ വിൽപ്പന നിർവഹിച്ചു. ക്ലബ്ബുകൾ, വായനശാലകൾ, സംഘടനകൾ, യുവജന സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ ഇവരെല്ലാം ആക്രിപെറുക്കി പായസ ചാലഞ്ച് നടത്തി, ബിരിയാണി ചാലഞ്ച് നടത്തി, വാർക്കപ്പണിക്ക് പോയി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. ഇങ്ങനെ നാനാ കോണുകളിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോടിക്കണക്കിന് രൂപ പ്രവഹിച്ചുകൊണ്ടിരിക്കുക. ഗ്രാമപഞ്ചായത്ത് അംഗം P സുനന്ദ അധ്യക്ഷയായി. അർബൻ ബാങ്ക് ഡയറക്ടർ MT സെയ്തലവി, ക്ലബ്ബ് പ്രസിഡന്റ് P സതീഷ്, സെക്രട്ടറി C അജേഷ്, വൈസ് പ്രസിഡന്റ് KP മണികണ്ഠൻ, PRO KK വിനയൻ, ക്ലബ്ബ് മാനേജർ CB ജോസഫ്, ഭരണസമിതി അംഗങ്ങളായ
അബ്ദുൽ ലത്തീഫ്, പ്രദീപ് വെണ്ണീരി, കെ വിനോദ്, പി മുഹമ്മദ് അലി, കെ ഷെഫീർ അലി, AR അജയ്ദേവ്, TP ബാബു, വി രമേശ്, KP പ്രമോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടവേള. വാർത്തകൾ തുടരുന്നു. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദിന ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിദ്യാലയത്തിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ സിയയുടെ രേഖാരാമായണം ചിത്രപരമ്പര പ്രദർശനവും നടന്നു. കോലുമിഠായി എന്ന പേരിലാണ് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദിന ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പ്രശസ്ത ചിത്രകാരൻ രമണൻ വാസുദേവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടില് ചിത്രം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ അത് അതേപോലെ കോപ്പി ചെയ്യുന്നതാണ് ഒരു നല്ല ചിത്രം. ഒരു ധാരണ പൊതുവെ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും, കുട്ടികൾക്കായാലും മലയാളി സമൂഹത്തിൽ അങ്ങനെ വരാനുള്ള ഒരു കാരണം നമ്മുടെ ചിത്രകലയെ പറ്റിയിട്ട് വേണ്ട രീതിയിലുള്ള ഒരു പഠനം ക്ലാസ്സിലായാലും സ്കൂൾ തലത്തിലായാലും കോളേജ് തലത്തിലായാലും ഇല്ല. വാട്ടർ കളർ ഡെമോയിൽ മനോജ് പൂളയ്ക്കൽ, ലൈൻ സ്കെച്ചിൽ സന്തോഷ് ബാലി, ഷൈജു എക്സൽ എന്നിവർ ക്യാമ്പ് നയിച്ചു. ചിൽഡ്രൻ ആർട്ട് പ്രൊമോട്ടർ ശശി താനൂർ പങ്കെടുത്തു. ചിത്രകലാ അധ്യാപകൻ വിപിൻനാഥ് പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിദ്യാലയത്തിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ സിയയുടെ രേഖാരാമായണം ചിത്രപരമ്പരയുടെ പ്രദർശനവും ഇതോടൊപ്പം ഉണ്ടായി. PTA പ്രസിഡന്റ് മുരളീധരൻ A, പ്രധാനാധ്യാപിക NK സീന, ഷംസുദ്ദീൻ P എന്നിവർ പങ്കെടുത്തു. ഞായറാഴ്ച ആരംഭിച്ച ചിത്രപ്രദർശനം തിങ്കളാഴ്ചയും തുടരും. നിരവധി പേരാണ് കുട്ടികളുടെ കലാമികവ് കാണാനെത്തുന്നത്. വയനാട്ടിലെ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ ചെർപ്പളശ്ശേരിയിൽ തട്ടുകട നടത്തിയ യൂത്ത് കോൺഗ്രസ്. തട്ടുകടയിൽ നിന്നും ലഭിച്ച മുഴുവൻ വരുമാനവും ദുരിതബാധിതർക്ക് വീട് നിർമ്മിക്കാൻ നൽകും. ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട വയനാട്ടിലെ കുടുംബങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന 30 വീടുകളുടെ ധനസമാഹരണത്തിനായാണ് യൂത്ത് കോൺഗ്രസ് ചെറുപ്പശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തട്ടുകട നടത്തിയത്. ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഷെഡിൽ ശനിയാഴ്ച വൈകിട്ടാണ് ചായയും ഓംലെറ്റും കച്ചവടം നടത്തുന്ന തട്ടുകട നടത്തിയത്. വ്യത്യസ്തമായ ധനസമാഹരണ രീതിക്ക് മികച്ച പ്രതികരണമാണ് പൊതുജനങ്ങളിൽ നിന്നും ലഭിച്ചതെന്ന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വിനോദ് കളത്തോടി പറഞ്ഞു. വയനാട്ടിലെ ദുരന്തബാധിതരായ നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് വ്യത്യസ്തമായ രീതിയിലാണ് ധനശേഖരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെറുപ്പളശ്ശേരി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ളൊരു വ്യത്യസ്തമായൊരു ആംലേറ്റും കട്ടൻ ചായയും എന്ന ചെറിയൊരു ആശയം, അതിൽ കിട്ടുന്ന ചെറിയൊരു തുക വയനാടിനായി മാറ്റിവെക്കും. ഇതിൻ്റെ മുഴുവൻ ലാഭവും വയനാടിന് വേണ്ടി മാറ്റിവെക്കും. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ചലഞ്ചുകളുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. വയനാടിനെ എങ്ങനെയും നമ്മുടെ സ്നേഹം അറിയിക്കുക, അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തു കൂടി ഷർണൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ഓണക്കോടി വയനാടിനായി യൂത്ത് കെയറിലൂടെ എന്ന ചെറിയൊരു ഇതുകൂടി ഓണക്കോടി ചലഞ്ച് കൂടി നടക്കുന്നുണ്ട്. അതിനും എല്ലാ നല്ലവരായവരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് കൂടി പ്രതീക്ഷിക്കുന്നു. നല്ല പ്രതികരമാണ്. ഒരു വിളിച്ചു കയറ്റേണ്ട ആവശ്യമില്ല. അത് വായിച്ചുകൊണ്ട് നമ്മുടെ ബോർഡ് വായിച്ച് വയനാടിന് കൈത്താങ്ങേകുന്നതിന് വേണ്ടി ഒട്ടനവധി പേരാണ് വന്ന് ഓംലേറ്റും ചായയും കുടിച്ചു പോകുന്നത്. നല്ല പ്രതികരണമാണ്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് മുടിക്കുന്നൻ, മോഹനകൃഷ്ണൻ, ഷമീർ ഇറക്കിങ്ങൽ, P സുബീഷ്, KT രതിദേവി, PG ദീപേഷ്, അഡ്വക്കേറ്റ് PR ജിഷിൽ, P അക്ബർ അലി തുടങ്ങിയവർ നേതൃത്വം നൽകി.
ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1,13,635 രൂപ കൈമാറി. പാലക്കാട് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ചന്ദ്രദാസ് തുക ഏറ്റുവാങ്ങി. നല്ലൊരു രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട്. കുടുംബശ്രീയുടെ പ്രവർത്തകർ നിർബന്ധിക്കൊന്നും ചെയ്യാതെ തന്നെ നൽകിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിന് മുന്നേ എടുത്തു തന്നതായിട്ടാണ് എല്ലാവരും പറയുന്നത്. ഒന്ന് ചോദിച്ചാൽ ഇനിയും കിട്ടും എന്നുള്ളതായില്ല. നമ്മുടേതായ ശൈലിയിൽ തന്നെ ചെയ്തിരിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്ത, അതുപോലെ തന്നെ മാതൃകാപരമായ മറ്റു പ്രവർത്തനങ്ങൾ ചെയ്ത ഗ്രാമപഞ്ചായത്തിന് ജില്ലാ മിഷൻ നൽകിയിരിക്കുന്നത്. വയനാട് ദുരന്തബാധിതരെ സഹായിക്കുന്നതിനായാണ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ 1,13,635 രൂപ കൈമാറിയത്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. സുകുമാരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ മിഷൻ കോർഡിനേറ്റർ CDS ചെയർപേഴ്സൺ T. സൗമ്യ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C. ഹരിദാസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. സുമതി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗിരിജ, അസിസ്റ്റന്റ് സെക്രട്ടറി സാജിദ്, CDS അക്കൗണ്ടന്റ് സുജിത, CDS വൈസ് ചെയർപേഴ്സൺ സുനില CP, വാർഡ് മെമ്പർമാർ, CDS മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവിന് DYFIയുടെ ആദരവ്. മികച്ച കലാസംവിധായകനായി തിരഞ്ഞെടുത്ത മോഹൻദാസിനെ മണ്ണാർക്കാട്ടെ വീട്ടിലെത്തിയാണ് DYFI നേതാക്കൾ ആദരിച്ചത്. ടൊവിനോ തോമസ് നായകനായ ജനപ്രിയ ചിത്രം 2018 മോഹൻദാസിനെ അവാർഡിന് അർഹനാക്കിയത്. DYFI ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ പുരസ്കാരം സമർപ്പിച്ചു. ജില്ലയെ സംബന്ധിച്ച് ചലച്ചിത്ര മേഖലയിൽ അഭിമാനകരമായ നേട്ടമാണുണ്ടായതെന്ന് റിയാസുദ്ദീൻ പറഞ്ഞു. മണ്ണാർക്കാട് പുരസ്കാരത്തിൻ്റെ നിറവിൽ വളരെ സന്തോഷം. നമുക്കെല്ലാവർക്കും നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട നമ്മുടെ കലാകാരൻ, കലാസംവിധായകൻ എന്ന നിലയ്ക്ക് സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ അഭിമാനവും അതിലേറെ സന്തോഷവും, അതോടൊപ്പം തന്നെ മണ്ണാർക്കാടിനെ സംബന്ധിച്ച്, നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് വലിയ അഭിമാനകരമായ നേട്ടത്തിൽ DYFI എന്ന നിലയ്ക്ക് ഞങ്ങളിവിടെ വന്നു അദ്ദേഹത്തെ അനുമോദിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ നേട്ടത്തിൽ ഈ നാടിൻ്റെ എല്ലാ സന്തോഷത്തിലും DYFI എന്ന നിലയ്ക്ക് ഞങ്ങളും ഒപ്പം. DYFI മണ്ണാർക്കാട് ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടം, പ്രസിഡന്റ് രാജുമോഹൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ തൊഴിൽ രഹിതർക്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ളവർക്ക് ബാങ്കുമായി ബന്ധപ്പെട്ട് അപേക്ഷ നൽകാം. പരിശീലനം ഈ മാസം ആരംഭിക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് PPK അബ്ദുറഹ്മാൻ അലനല്ലൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ കീഴിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെയാണ് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് സൗജന്യ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലനം നടത്തുന്നത്. തുന്നൽ പരിശീലനം, ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി, വയറിംഗ് ആൻഡ് പ്ലംബിംഗ്, മെഴുകുതിരി നിർമ്മാണം, റബ്ബർ ടാപ്പിംഗ്, കൂൺകൃഷി തുടങ്ങിയ 14 ഇന തൊഴിലുകൾക്കാണ് പരിശീലനം നൽകുന്നത്. 18 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പരിശീലനത്തിൽ പങ്കെടുക്കാം. ഈ മാസം മുതൽ പരിശീലനത്തിന് തുടക്കം കുറിക്കും. അപേക്ഷ അലനല്ലൂർ ഹെഡ് ഓഫീസിലും എടത്തനാട്ടുകര, കർക്കിടാംകുന്ന്, മാളിക്കുന്ന് എന്നീ ബ്രാഞ്ചുകളിലും സ്വീകരിച്ചു തുടങ്ങിയതായി പ്രസിഡന്റ് PPK അബ്ദുറഹ്മാൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുടുംബശ്രീ, തൊഴിലുറപ്പ് അംഗങ്ങൾ എന്നിവരുടെ കുടുംബങ്ങൾക്ക് മുൻഗണനയുണ്ട്. ഒരാൾക്ക് ഏതെങ്കിലും ഒരു പരിശീലനത്തിൽ മാത്രമേ പങ്കെടുക്കാൻ കഴിയൂ. പ്രാക്ടിക്കൽ അധിഷ്ഠിത പരിശീലനമാണ് ഉണ്ടാവുക. ഗവൺമെൻറ് അംഗീകൃത NCVET സർട്ടിഫിക്കറ്റാണ് പരിശീലനം പൂർത്തിയായവർക്ക് ലഭിക്കുന്നത്. സ്വയം സംരംഭം തുടങ്ങാനുള്ള എല്ലാ പശ്ചാത്തലവും ബാങ്ക് ഒരുക്കുമെന്നും PPK അബ്ദുറഹ്മാൻ അറിയിച്ചു. അവർക്ക് തൽപരരായ മേഖലയിൽ അവർക്ക് സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ളതും അതുപോലെ തന്നെ മറ്റു എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നൂതന പദ്ധതിയാണ് ഈ ഗ്രാമീണ സ്വയം തൊഴിൽ സംരംഭക പരിശീലന പദ്ധതി കൊണ്ട് ബാങ്ക് വിഭാവനം ചെയ്യുന്നത്. ബാങ്ക് സെക്രട്ടറി P. ശ്രീനിവാസൻ, മുൻ പ്രസിഡന്റും നിലവിലെ ഭരണസമിതി അംഗവുമായ KS സുദർശനകുമാർ, ഭരണസമിതി അംഗങ്ങളായ T. രാജകൃഷ്ണൻ, M. ശ്രീജ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ബാങ്ക് ഹെഡ് ഓഫീസിലും ബ്രാഞ്ചുകളിലും അപേക്ഷാ ഫോം ലഭ്യമാണ്. ഒറ്റപ്പാലം ചുനങ്ങാട് കൈത്താങ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. പ്രഭുരാജ് എടത്തോൾ ഉദ്ഘാടനം നിർവഹിച്ചു. ചുനങ്ങാട്, മനക്കലപ്പടി, മുട്ടിപ്പാലം, വാണിവിലാസിനി, 1-ാം മൈൽസ് തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് 4 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന കൈത്താങ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓഫീസാണ് ഉദ്ഘാടനം ചെയ്തത്. വാണിവിലാസിനി നന്ദനം ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ച ഓഫീസ് പ്രഭുരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. ട്രസ്റ്റ് ചെയർമാൻ വിജയകുമാരൻ അധ്യക്ഷനായി. മുരളി നാഗത്ത്, പ്രഭാകരൻ, ജയൻ, ട്രസ്റ്റ് ട്രഷറർ രാജേഷ് എന്നിവർ സംസാരിച്ചു.
ഒറ്റപ്പാലം ഉപജില്ലാ ഫുട്ബോൾ ഗെയിംസിൽ സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിൽ തൃക്കടീരി PTM ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി. പത്രിപ്പാല മൗണ്ട് സീന ആർട്സ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന മത്സരങ്ങളിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് തൃക്കടീരി PTM ഹയർ സെക്കൻഡറി സ്കൂൾ വിജയിച്ചത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ റണ്ണറപ്പായി. ജൂനിയർ വിഭാഗത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ PTM സ്കൂൾ വിജയിച്ചു. വരോഡ ഹൈസ്കൂൾ റണ്ണറപ്പായി. സീനിയർ വിഭാഗം ഫൈനൽ മത്സരത്തിനും എതിരില്ലാത്ത 1 ഗോളിന് PTM ഹയർ സെക്കൻഡറി സ്കൂൾ കിരീടം നേടി. ചുനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ റണ്ണറപ്പായി. വിജയികൾക്ക് K. പ്രേംകുമാർ MLA ട്രോഫികൾ വിതരണം ചെയ്തു. സംസ്ഥാനത്തെ ക്ഷീരമേഖല മുന്നേറ്റത്തിന്റെ പാതയിലെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. മംഗലാംകുന്ന് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ പുതുതായി പണി പൂർത്തീകരിച്ച ഹൈജീനിക് മിൽക്ക് കളക്ഷൻ റൂം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിർമ്മിച്ചിട്ടുള്ള കാലിത്തീറ്റ ഗോഡൌണിന്റെ ഉദ്ഘാടന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാലുൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. കൂടുതൽ കർഷകരെ നമുക്ക് അടുത്തു നിർത്തുവാനും പാലുൽപാദനത്തിന് മുന്നോട്ട് നമുക്ക് നയിക്കുവാനും പാലക്കാട് പോലെയുള്ള ജില്ലയ്ക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പാലുൽപാദനം നടത്തുന്ന, അത് മിൽമയിലൂടെ വിതരണം ചെയ്യുന്ന ഒരു ജില്ല നമ്മുടെ പാലക്കാടാണ്. 2ാം സ്ഥാനത്ത് നമ്മുടെ വയനാട് ജില്ല നിൽക്കുമ്പോഴും 3ാം സ്ഥാനത്ത് നമ്മുടെ ഇടുക്കി ജില്ല നിൽക്കുമ്പോഴും നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ ഒരു വർഷം കൊണ്ട് പാലിൽ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടു കൂടി വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഞങ്ങൾ യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയതാണ്. ചടങ്ങിൽ MLA K. പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുതിർന്ന കർഷകരെയും യുവ കർഷകനെയും ആദരിച്ചു. മിൽമ ചെയർമാൻ KS മണി, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രിയ P, ഉഷാകുമാരി, MA പരമേശ്വരൻ, അയ്യപ്പൻ, നീലകണ്ഠൻ, ബിന്ദു എന്നിവർ സംസാരിച്ചു. വീണ്ടും ഇടവേള. വാർത്തകളിലേക്ക്. വെള്ളിനേഴി ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഓർമ്മച്ചെപ്പിന്റെ നേതൃത്വത്തിൽ വാദ്യകലാകാരൻ പനമണ്ണ ശശിയെ ആദരിക്കുകയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കുകയും ചെയ്തു. വാദ്യകലാകാരൻ പനമണ്ണ ശശി പരിപാടി ഉദ്ഘാടനം ചെയ്തു. 60ന്റെ നിറവിൽ നിൽക്കുന്ന ചെണ്ടവാദ്യ കലാകാരൻ പനമണ്ണ ശശിക്കാണ് വെള്ളിനേഴി ഹയർ സെക്കൻഡറി സ്കൂളിലെ 1988-94 പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഓർമ്മച്ചെപ്പ് സ്നേഹാദരം നൽകിയത്. പനമണ്ണ ശശി ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദേവദാസനൊക്കെ ഞങ്ങളൊക്കെ ഒരേ മേഖലയിൽ സഞ്ചരിച്ച് കൊണ്ടിരിക്കുന്ന ആൾക്കാരുമാണ്. കഥകളി രംഗത്തായാലും അധികവും ഞങ്ങളൊക്കെ ഒരേ മേഖലയിലുണ്ട്. പിന്നെ വികാസ് എല്ലാവരും ഞാൻ പേരെടുത്ത് ഇങ്ങനെ ചിലപ്പോൾ മുഴുവൻ കിട്ടിയില്ല എന്ന് വരും. അതുകൊണ്ട് ഞാൻ പേരെങ്ങനെ ദേവദാസത്തിൻ്റെ കൂടെ അധികവും ഉണ്ടാവേണ്ട ആ പേര് എപ്പോഴും വരുന്നേ ഉള്ളൂ. എല്ലാവർക്കും ഒരേ പരിഗണനയാണ് ഉള്ളിൽ തോന്നുന്നത്. തുടർന്ന് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പനമണ്ണ ശശിക്ക് സ്നേഹാദരം നൽകി. തുടർന്ന് SSLC +2 വിജയികളായ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കളെയും മൊമന്റോ നൽകി ആദരിച്ചു. M. ഹംസ അധ്യക്ഷനായി. K. വികാസ്, K. രാജശ്രീ, P. വിജയരാജ്, M. ബിൻസു, ദിവ്യ തുടങ്ങിയവരും സംസാരിച്ചു. ഒറ്റപ്പാലം കയറംപാറയിൽ നഗര കുടുംബാരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. K. പ്രേംകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു.
2015 മെയ് മാസം മുതൽ പനമണ്ണയിൽ പ്രവർത്തിച്ചിരുന്ന നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രം ഭൗതിക സാഹചര്യങ്ങളോടുകൂടിയാണ് നഗര കുടുംബാരോഗ്യ കേന്ദ്രമായി കയറമ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ചത്. സൗജന്യ രോഗനിർണയം, ലാബ്, ഫാർമസി, നിരീക്ഷണം തുടങ്ങിയ സൗകര്യങ്ങളും നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഉണ്ട്. കെ പ്രേംകുമാർ MLA കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷയായി. സെക്രട്ടറി AS പ്രദീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് ചെയർമാൻ കെ രാജേഷ്, സ്ഥിരം സമിതി അധ്യക്ഷനായ കെ അബ്ദുൽ നാസർ, സുനീറ മുജീബ്, ടി ലത, പി മായ, വാർഡ് കൗൺസിലർ അജയ്കുമാർ, DMO ഡോക്ടർ കെ വിദ്യ, DPM ഡോക്ടർ TV റോസ്, മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. സമഗ്ര ശിക്ഷ കേരള ചെർപ്പളശ്ശേരി BRCയുടെ നേതൃത്വത്തിൽ ലീപ്പ് സൈക്കോമെട്രിക് കൗൺസിലിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു. BPC NP പ്രിയേഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഭാവിയിൽ ചെയ്യുന്ന നമുക്ക് കിട്ടുന്ന ഒരു ജോലിയോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന തൊഴിലോ ഒക്കെ അല്ലേ. നമ്മൾ അതിനനുസരിച്ചിട്ടാണ് പിന്നീട് പിൽക്കാലത്ത് ജീവിക്കുക. അതിലാരെങ്കിലും സംശയമുണ്ടോ? സംശയമില്ലല്ലോ. ഇത് ഒരു 10-25 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 20 വയസ്സിന് ശേഷം ഓർമ്മയെങ്കിൽ അങ്ങനെയുള്ള തൊഴിൽ ചിലപ്പോൾ പലതരം തൊഴിലുകൾ. ക്ലസ്റ്റർ കോർഡിനേറ്റർ S കൃപ അധ്യക്ഷത വഹിച്ചു. സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലർ മായ ജോർജ് ക്ലാസ് എടുത്തു. കടമ്പഴിപ്പുറം ഹൈസ്കൂളിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് ക്ലാസ്സിൽ പങ്കെടുത്തത്. കേരളത്തിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക്, പ്രധാനമായും 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനശീലങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകാനും ഭാവിയിലെ ജോലി സാധ്യതകളെക്കുറിച്ച് അവബോധം നൽകുകയാണ് ഇതിന്റെ ലക്ഷ്യം. M പ്രജിഷ, എബിൻ ബേബി, AV കൃഷ്ണപ്രകാശ് എന്നിവർ സംസാരിച്ചു. വയനാടിന് കൈത്താങ്ങായി ശ്രീകൃഷ്ണപുരത്തെ ധനകാര്യ സ്ഥാപനമായ സുരഭി ഗ്രൂപ്പിന്റെ സ്വദേശ് നിധി ലിമിറ്റഡ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. കെ പ്രേംകുമാർ MLAക്ക് മാനേജിംഗ് പാർട്ണർമാരായ P രാജുവും സുബ്രഹ്മണ്യ എന്ന സുന്ദരനും ജീവനക്കാരും ചേർന്ന് കൈമാറി. ശ്രീകൃഷ്ണപുരം സംഗീത ശില്പം ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള സ്വദേശ് നിധിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ ലോക്കൽ സെക്രട്ടറി B രാജേഷും പങ്കെടുത്തു. ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ സമൂഹത്തിലെ എല്ലാവർക്കും സംഭാവന ചെയ്യാനും അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് കൃത്യമായി എത്താനും കഴിയുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മുടെ ശ്രീകൃഷ്ണപുരത്തെ സുരഭി സ്വദേശ് നിധി ലിമിറ്റഡ് 1 ലക്ഷം രൂപ സംഭാവനയായി നൽകിയിരിക്കുകയാണ്. ചെറിയ സംഖ്യയല്ല 1 ലക്ഷം രൂപ. അത്തരമൊരു മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള സ്വദേശ് നിധി ലിമിറ്റഡിന്, സുരഭിക്ക്, അതിൻ്റെ നേതൃത്വമായി പ്രവർത്തിക്കുന്ന ശ്രീ രാജു, ശ്രീ സുന്ദരൻ ഉൾപ്പെടെയുള്ള അതിൻ്റെ നേതൃത്വത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന അതിൻ്റെ പാർട്ട്നേഴ്സിന് എല്ലാവർക്കും ഈ സ്ഥാപനത്തിനും ഊഷ്മളമായ ആശംസകൾ, അഭിവാദനങ്ങൾ നേരുന്നു. ഇനി വാണിജ്യ വാർത്തകൾ. ഗൃഹോപകരണ വിപണന രംഗത്ത് പാലക്കാടിന് പ്രൗഢിയേകിയ ബാവ മെറ്റൽസ് ഇനി കൂടുതൽ പുതുമകളോടെ. 4 നിലകളിലായി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയാണ് ബാവ മെറ്റൽസ് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. ഓണത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി നിരവധി ഓഫറുകളും ആദായ വിൽപ്പനയും ബാവ മെറ്റൽസിൽ ഒരുക്കിയിട്ടുണ്ട്. 4 പതിറ്റാണ്ടിന്റെ പ്രവർത്തന മികവുകൊണ്ട് ഗൃഹോപകരണ വിപണന രംഗത്ത് പാലക്കാടിന്റെ മുഖമുദ്രയായി മാറിയ ബാവ മെറ്റൽസിന്റെ നവീകരിച്ച ഷോറൂമാണ് ഞായറാഴ്ച തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. ഗുണമേന്മയാലും വിലക്കുറവിനാലും പ്രസിദ്ധമായ ബാവ മെറ്റൽസ് വിശാലമായ ഷോറൂമിൽ വിപുലമായ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടിയാണ് പാലക്കാട് മാർക്കറ്റ് റോഡിൽ തുറന്നിരിക്കുന്നത്. നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം PK നസീമ നിർവഹിച്ചു. നാല് നിലകളിലായി ക്രമീകരിച്ച സ്റ്റീൽ, ബ്രാസ്, അലുമിനിയം, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരം ഉപഭോക്താക്കളുടെ മനം കവരുന്നതാണ്. പ്രത്യേകം സജ്ജീകരിച്ച സെക്ഷനുകളിൽ നിന്നും ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ യഥേഷ്ടം ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനാവുമെന്നതാണ് പുതിയ ഷോറൂമിന്റെ പ്രത്യേകത.
നിലവിളക്കുകളുടെ വൈവിധ്യം നിറഞ്ഞ ശ്രേണിയാണ് പുതിയ ഭാവ മെറ്റൽസിനെ വേറിട്ടതാക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി നിരവധി ഓഫറുകളും ആദായ വിൽപ്പനയും ഭാവ മെറ്റൽസിൽ ഒരുക്കിയിട്ടുണ്ട്. പാലക്കാട് നൽകിയ സ്നേഹവും സഹകരണവുമാണ് ഭാവ മെറ്റൽസിന്റെ വിജയമെന്നും തുടർന്നും സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ഉടമകൾ പറഞ്ഞു. ഞങ്ങൾ 1986 എൻ്റെ ഫാദർ തുടങ്ങിയ ബിസിനസ് സ്ഥാപനമാണ് ഭാവ മെറ്റൽസ്. ഞാൻ സെക്കൻഡ് ജനറേഷനാണ്. എൻ്റെ മകൻ തേർഡ് ജനറേഷൻ ഇപ്പോൾ ബിസിനസ്സിലേക്ക് ചെറുതായി എൻ്റർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പാത്രം റീറ്റെയിൽ മേഖലയോടൊപ്പം തന്നെ ഹോൾസെയിൽ മേഖലയിലും മാനുഫാക്ചറിങ് രംഗത്ത് ഞങ്ങൾ പതിറ്റാണ്ടുകളായിട്ടുള്ള പ്രവർത്തനവും പാലക്കാട്ടുകാർക്ക് ഞങ്ങൾ കൊടുത്ത നല്ല സർവീസും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുമാണ് ഞങ്ങളുടെ പാലക്കാട്ടുകാരുടെ മനസ്സ് കവരാൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നല്ലവരായ ഞങ്ങളുടെ സുഹൃത്തുക്കളും അഭികാംക്ഷികളും നൽകി വരുന്ന എല്ലാ സപ്പോർട്ടുകളും തുടർന്നും ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയും അവർക്ക് വേണ്ട നല്ല സർവീസ് ഞങ്ങൾക്ക് ഇനിയും കൊടുക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം. സ്ഥാപന ഉടമകളായ KJ മുഹമ്മദ് ഷമീർ, KB മുഹമ്മദ് ജാഫർ, ഫത്തീൻ K ഷമീർ തുടങ്ങിയവരും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും വ്യാപാര വ്യവസായ സാമൂഹിക മേഖലകളിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട് ആനമൂളി പട്ടികവർഗ ഗ്രാമത്തിലെ ലൈഫ് വീടുകളുടെ അവസ്ഥ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ട്രൈബൽ ഓഫീസർക്ക് താലൂക്ക് വികസന സമിതിയുടെ നിർദ്ദേശം. വീടിന് അനുവദിച്ച മുഴുവൻ തുകയും കരാറുകാരൻ കൈപ്പറ്റിയിട്ടും നിർമ്മാണം പൂർത്തിയാക്കിയില്ലെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം. വയനാട് ദുരന്തം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം രൂപ നൽകി ഒറ്റപ്പാലം നഗരസഭ. നഗരസഭയിലെത്തിയ ജില്ലാ കളക്ടർക്കാണ് തുക കൈമാറിയത്. ബലപ്പുഴ ചൂരക്കോട് മിനി ലോറിയിൽ കൊണ്ടുപോകുകയായിരുന്ന മണ്ണ് മാന്തി യന്ത്രം റോഡിലേക്ക് തെറിച്ച് വീണ അപകടം. അപകടത്തിൽ ബൈക്ക് യാത്രികരായ 2 പേർക്ക് പരിക്കേറ്റു. മുറിയൻകണ്ണി ചെത്തല്ലൂർ റോഡിന്റെ 2ാം റീച്ച് ടെൻഡർ പ്രവൃത്തികൾക്ക് അംഗീകാരം ലഭിച്ചു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് 2ാം റീച്ച് പ്രവൃത്തികൾ. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ മണ്ണാർക്കാട് കാളപ്പൂട്ട് മത്സരം സംഘടിപ്പിച്ചു. സംസ്ഥാന കാളപ്പൂട്ട് കമ്മിറ്റിയാണ് മത്സരം സംഘടിപ്പിച്ചത്. 70 ജോഡി കന്നുകളാണ് മത്സരത്തിനെത്തിയത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.